എത്ര തരം ബിരിയാണി ഉണ്ടെങ്കിലും ഈ ചിക്കൻ ബിരിയാണിയോടാണ് എനിക്കിത്തിരി ഇഷ്ടം. അപ്പോൾ പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ കഷ്ണങ്ങളിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പുരട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാൻ നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെ തന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇത്രയും ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അല്പം തൈരും എന്നിട്ട് ചിക്കനും കൂടിയിട്ട് നന്നായി ഹൈ ഫ്ലെയിമിൽ ഒന്നങ്ങോട്ട് ചൂടാക്കുക. അതിനുശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുക. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് റെഡിയാക്കണ്ടേ. അപ്പോൾ കുക്കറിലാണ് ചോറ് റെഡിയാക്കുന്നത്. അപ്പം കുക്കറിൽ നെയ്യൊഴിച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയെടുക്കാതെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്ത് അതേ നെയ്യിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുത്ത് അതിൽ ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ പിന്നാലെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂണ്, കൂടാതെ 2 കഷ്ണം തക്കാളിയും ഇത്തിരി ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അളവ് വെള്ളവും ഒഴിച്ച് ഒറ്റ വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ വെന്തതിൻ്റെ മേലെ തന്നെ ഈ റൈസ് അങ്ങോട്ട് തട്ടി നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ദം വെക്കാതെ. അപ്പോൾ ഇതാ നല്ല ദം ബിരിയാണീൻ്റെ രുചിയിൽ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ബിരിയാണി തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടപ്പെടും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ